ഇപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്ക് ബാൻഡ്സിന്റെ ആ ഒരു തള്ളിക്കയറ്റം വളരെ കുറവാണ്. ഇപ്പോൾ ഏതൊരു ബ്രാൻഡ് എടുക്കുകയാണെങ്കിലും വളരെ തുച്ഛമായിട്ടുള്ള നെക്ക് ബാൻഡ്സുകളാണ് അവർ ലോഞ്ച് ചെയ്യുന്നത്. എന്നാൽ ഇയർബഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആഴ്ച തോറും ഇങ്ങനെ പുതിയ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? അതിനൊരു കാരണം ചില ആൾക്കാരുടെ ആ ഒരു ഡിമാൻഡ് ഇപ്പോൾ ഇയർബഡുകളിലേക്ക് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ഞാൻ ഓഫർ ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ഓഫർ വീഡിയോകൾ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ പറയുന്ന നെക്ക് ബാൻഡ്സ് ആയിരുന്നു. ആ സമയത്ത് ഇയർബഡുകൾ കുറവാണ്. എന്നാൽ ഇപ്പോൾ അത് അങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. നെക്ക് ബാൻഡ്സ് കുറഞ്ഞിട്ട് ഇയർബഡുകളാണ് ഓഫേഴ്സിൽ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതും ഇയർബഡ്സ് ആണ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതും ഏറ്റവും കൂടുതലായിട്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് സെയിൽ പ്രൈസ് ലൈവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് നെക്ക് ബാൻഡുകളുടെ വിശേഷങ്ങളാണ്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കഴിഞ്ഞ ഇയർബഡുകളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ഇയർബഡുകളും സെയിൽ പ്രൈസ് ലൈവിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ചില ഇയർബഡുകൾ റേറ്റ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇവിടെ നെക്ക് ബാൻഡിലും ഉണ്ട്. എന്നാൽ വളരെ തുച്ഛമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു എടുത്തു പറയുകയാണെങ്കിൽ 1-2 എണ്ണം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ബോട്ടിലേക്ക് വരുവാണെങ്കിൽ ബോട്ട് റോക്കേഴ്സ് 255 മാക്സ് 60 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. EQ മോഡ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. കൂടാതെ നമുക്ക് ആ ഒരു പവർ മാഗ്നറ്റിക് കൺട്രോൾ ഒക്കെ ഉണ്ട്. അതായത് നമ്മുടെ ഇയർബഡുകൾ ഡിറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഓൺ ആവും, അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവുന്ന ഒരു സംഭവമാണ്. 1399 ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ റേറ്റ്. എന്നാൽ ഇപ്പോൾ നമുക്കത് 1199 ലഭ്യമാകുന്നു. നിങ്ങളിപ്പോൾ ആരെന്നോട് ചോദിക്കുവാണെങ്കിലും 1500 രൂപയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ആണ്. കാരണം അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് ക്വാളിറ്റി, ഓവറോൾ സ്പെക് വൈസ് നമുക്കിത് വർത്ത് ബൈങ് എന്നുള്ളൊരു വേറൊരു സംശയമില്ല. റിയൽമി ബഡ്സ് വയർലെസ് 2 നിയോ ആയിരുന്നു ഞാൻ കുറേ നാൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഇത് ഇറങ്ങിയതിന് ശേഷം ഞാൻ ഈ ഒരു 255 മാക്സിന്റെ പേര് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ റോക്കേഴ്സ് 255 പ്രോ. ആക്ച്വലി ഇത് പഴയ പ്രോഡക്റ്റ് ആണ്. 255ന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷൻ ആയിരുന്നു. നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഒരു നെക്ക് ബാൻഡ് അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു 255 ആണ്. അതുകൊണ്ട് തന്നെ ഈ 255 പ്രോ 255 പ്രോ പ്ലസ് എല്ലാം തന്നെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഇവിടേക്ക് വരുവാണെങ്കിൽ വെറും 10 മണിക്കൂർ മാത്രമാണ് നമുക്ക് ടോട്ടൽ പ്ലേ ടൈം കിട്ടുക. കൂടാതെ എന്താ പറയുക 999 ഇപ്പോൾ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1399. സത്യം പറഞ്ഞാൽ 1399 അല്ല എൻ്റെ നോർമൽ റേറ്റ്. ഇടയ്ക്കൊക്കെ ഞാൻ ഇത് 1100 അല്ലെങ്കിൽ 1200 കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിയിട്ട് ഇപ്പോൾ വീണ്ടും അങ്ങോട്ട് 999 കുറച്ചാണ്, അല്ലാണ്ട് വേറൊന്നും അല്ല. സത്യം പറഞ്ഞാൽ വാങ്ങിച്ച വർത്ത് ബൈങ് അല്ല ഈ ഒരു റേറ്റിന് കേട്ടോ. അതുകൊണ്ട് തന്നെ ബിഗ് ബില്യൺ ഡേയ്സിൽ മേ ബി ഇതിന്റെ വില കുറയാൻ ചാൻസ് ഉണ്ട്. ഒരു 699 599 കിട്ടുന്നെങ്കിൽ വാങ്ങിച്ചോളൂ, അത്രേ പറയാൻ പറ്റുള്ളൂ. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ 235 പ്രോ 235 V2 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റിന്റെ ഒരു അപ്ഗ്രേഡഡ് വേർഷനാണ് ഈ ഒരു 235 പ്രോ എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ 235 V3യും ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു 235 പ്രോയും ചെയ്തിട്ടുണ്ട്. 235 V3 അല്ല 235 V2. 235 V2 ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഗിവ് അവേ എടുത്തൊരു പ്രോഡക്റ്റ്. അതിലെടുത്ത് പറയേണ്ട ഒരു സവിശേഷത എന്ന് പറയുന്നത് കോൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ വലതുവശത്തെ കമ്പാർട്ട്മെന്റ് വൈബ്രേറ്റ് ചെയ്യും കേട്ടോ. കൂടാതെ 333 ANC 1799 നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിപ്പോൾ അത് 1699 ലഭ്യമാകുന്നു. 25 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട്, അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഹൈലൈറ്റ്. ഇവരുടെ ഈ ഒരു 333 ANCയും അതുപോലെ തന്നെ 330 ANCയും സെയിം പ്രോഡക്റ്റിലാണ്. അപ്പോൾ ഈ രണ്ടെണ്ണം വരുന്ന സമയത്ത് ഭയങ്കര വലിയ ആഘോഷമായിരുന്നു. അതായത് ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് ചിപ്പ് സെറ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു നെക്ക് ബാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഔട്ട്പുട്ട് ആക്ച്വലി ഞാൻ കേട്ടപ്പോഴത്തേക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 EQ മോഡ്സ് അവിടെ ഉള്ളത്. ഒന്ന് ഇവരുടെ ആ ഒരു സിഗ്നേച്ചർ സൗണ്ടും, മറ്റൊന്ന് പറയുന്നത് ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടും. നമ്മൾ ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ട് ഇടുമ്പോഴത്തേക്ക് നല്ല ഒരു ഫീൽ കിട്ടും. എന്നാൽ സിഗ്നേച്ചർ സൗണ്ട് ഇടുമ്പോഴത്തേക്ക് ഒരു വളരെ മോശമായിട്ടുള്ള ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. അതായത് ഇവർ ഈ ഒരു ക്രിസ്റ്റൽ ബയോണിക് സൗണ്ടിനാണ് കുറച്ച് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത ഫീലാണ് എനിക്ക് കിട്ടിയേട്ടാ. കാരണം വേറൊന്നുമില്ല, നമ്മുടെ റീസെൻ്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത ബോട്ട് എയർഡോപ്സ് 161 ഉണ്ടല്ലോ, അതിനകത്ത് ആക്ച്വലി ഇതുപോലെ ആ ഒരു EQ മോഡ്സ് ഉണ്ട്. അത് നോർമൽ മോഡും അല്ല ബാലൻസ്ഡ് മോഡും കൂടാതെ നമ്മുടെ ആ ഒരു ബോട്ട് സിഗ്നേച്ചർ സൗണ്ടും. ബോട്ട് സിഗ്നേച്ചർ സൗണ്ട് ഇടുമ്പോഴത്തേക്ക് ഭയങ്കര വലിയൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. എന്നാൽ ബാലൻസ് മോഡ് ആകുമ്പോഴത്തേക്ക് വളരെ കൂടുതൽ ഒരു ഫീൽ കിട്ടുന്നു. ആ ഒരു സെയിം സംഭവമാണ് ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും. അതായത് അവരെന്താണോ ഹൈലൈറ്റ് ചെയ്യുന്നത് അതിനെ കുറച്ച് കൂടുതലായിട്ട് ഡോമിനേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളൊരു സ്വഭാവം ബോട്ടിനുണ്ട്. അത് തന്നെയാണ് ഇവിടെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് കേട്ടോ. കൂടാതെ 378 ആക്ച്വലി ഞാൻ ആ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്, ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ലെന്നുള്ളൂ. എൻ്റെ കയ്യിൽ ആ പ്രോഡക്റ്റ് ഉണ്ട്. 1499 നോർമൽ റേറ്റ്. എന്നാൽ നമുക്കിപ്പോൾ അത് 1199 രൂപയ്ക്ക് ലഭ്യമാകുന്നു. സവിശേഷതകൾ നോക്കുവാണെങ്കിൽ സ്പേഷ്യൽ ബയോണിക് സൗണ്ട് ബൈ THX എന്താ പറയുക ഒപ്റ്റിമൈസ് ചെയ്തൊരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. കൂടാതെ ബീസ്റ്റ് മോഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്തുണ്ട്. ഇതിൽ പിന്നെ എത്ര മണിക്കൂർ 25 hours ആണ് ടോട്ടൽ പ്ലേ ടൈം നമുക്ക് ഇതിനകത്ത് കിട്ടുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഈ ഒരു ബോട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് പ്രോഡക്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ പ്രോ ബേസ് EQ ചാർജ് 999 നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് നമുക്കിപ്പോൾ 799 രൂപയ്ക്കാണ് ലഭ്യമാകുന്നത് കേട്ടോ. വൈ ചാർജ് 799 നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ്
599 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അത് നോർമലാണ് ആക്ച്വലി, ഇത് സെയിൽ പ്രൈസ് ലൈവ് അല്ല. മേ ബി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ബിഗ് ബില്യൺ ഡേയ്സിൽ ഇനി ഇതിൽ കൂടുതൽ കുറയുമെന്ന് അറിയത്തില്ല, എന്തായാലും കുറഞ്ഞാൽ കൊള്ളാം കേട്ടോ. ഇനി അടുത്തത് നോയ്സിലേക്ക് ഉണ്ടെങ്കിൽ നോയ്സിൻ്റെ നെക്ക് ബാൻഡുകൾ പൊതുവെ കുറവാണ്. ഇപ്പോൾ ആകെ ഉള്ളത് എക്സ്ട്രീം ആണ് കേട്ടോ. 1999 രൂപ നോർമൽ റേറ്റിലുള്ള പ്രോഡക്റ്റ് നമുക്കിപ്പോൾ അത് 1799 ലഭ്യമാകുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു സവിശേഷത 100 മണിക്കൂറിന് മുകളിൽ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും എന്നുള്ളൊരു സംഭവം തന്നെയാണ്. അതിൽ വേറൊരു സംശയമില്ല. കൂടാതെ ഹൈപ്പർ സിങ്ക് ടെക്നോളജി ഉണ്ട്, ESR ആൻഡ് ലോ ലേറ്റൻസി എല്ലാം തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. 2477 റേറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 3.9 റേറ്റിംഗ് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അറിയത്തില്ല. മേ ബി നോയ്സ് ഒക്കെ പൊതുവെ കുറച്ചൊരു ബേസ് എന്താ പറയുക ലോ ആയിട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ബേസ് ഇല്ല എന്നുള്ളതല്ല, ബേസ് അത്യാവശ്യം ഉണ്ടാവും. ചിലപ്പോൾ ബേസ് ലവേഴ്സ് ആയിരിക്കാം മേ ബി എന്താ പറയുക കുറച്ചുകൂടി അങ്ങോട്ട് താത്ത് റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ മിവിയിലേക്ക് ഉണ്ടെങ്കിൽ കോളർ ക്ലാസിക് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു അപ്ഗ്രേഡ് വേർഷൻ കോളർ പ്രോ 1199 പ്രോഡക്റ്റ് 699 രൂപയ്ക്ക് ലഭ്യമാകുന്നു. അത്യാവശ്യം നല്ലൊരു ഡ്രോപ്പ് എന്നുള്ളതിൽ വേറൊരു സംശയമില്ല. 72 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും ഫാസ്റ്റ് ചാർജിങ്ങും ഒക്കെ നമുക്ക് ഈ ഒരു മിവി കോളർ ക്ലാസിക് പ്രോയിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും നമ്മുടെ ഈ ഒരു സെയിൽ പ്രൈസ് ലൈവിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന നെക്ക് ബാൻഡുകളാണ്. പ്രൈസ് ഡൗൺ ആയിട്ടുള്ളതും നോർമൽ റേറ്റിനേക്കാളും കാശ് കുറഞ്ഞിട്ടുള്ളതും. എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനകത്ത് കുറച്ചുകൂടി കാശ് കുറഞ്ഞിട്ട് മറ്റുള്ള പ്രോഡക്റ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. കൂടാതെ കഴിഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സിന്റെ റേറ്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആ ഒരു നോർമൽ റേറ്റ് അല്ലെങ്കിൽ ഇനി വരുന്ന ബിഗ് ബില്യൺ ഡേയ്സിൽ എത്ര രൂപയായിരിക്കാം എന്നുള്ളൊരു പോസിബിലിറ്റി വെച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഞാൻ പറഞ്ഞ നെക്ക് ബാൻഡിൽ ഇല്ലാത്ത കുറേ പ്രോഡക്റ്റുകളുടെ ബിഗ് ബില്യൺ ഡേയ്സ് അല്ലെങ്കിൽ മാക്സിമം നമുക്ക് എത്ര രൂപയ്ക്ക് കിട്ടാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.